അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷാർഡ് ഓഫീസ് ബ്ലോഗ് നമ്പർ 21 ഇന്ന് ചെയ്യാൻ പോകുന്നത്. 7/2/11 ആണ് വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. രാവിലെ പറഞ്ഞ് അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല, എല്ലാവരെയും ബോറടിപ്പിക്കില്ല. ഗൈസ്, അപ്പം ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. അലങ്കാർ പ്യൂർ വെച്ചാണ് നമ്മളെ കുറവ് കൊടുത്തത് കേട്ടോ. ഈ പൊട്ടി കിടക്കുന്നു കേട്ടോ. ഇട്ട് വെച്ചിട്ട് പോകാം. കാര്യം ആരെങ്കിലും കുരുങ്ങണമെങ്കിലേ, ആരെങ്കിലും കഴിച്ച് കുരുങ്ങണമെന്നുണ്ടെങ്കിൽ തീർന്നു അതിൻ്റെ കാര്യം, തീരുമാനമാവും. സർവീസ് പറയാൻ തന്നെയുണ്ട് അല്ല തോന്നുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലേ, രാവിലെ തന്നെ നമുക്ക് പണിയായി. ഡബിൾ പണി ഒരുമിച്ച് ചെയ്യും. വള്ളി പൊട്ടി കിടക്കണം കേട്ടോ. സർവീസ് വേറെ ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ഇടിയപ്പം വിത്ത് കറിയാണ് കേട്ടോ. അപ്പോൾ കൊടുക്കാനുള്ളത് പുഷ്പനഗറാണ് കേട്ടോ. ഇവിടുന്ന് 2.2 കിലോമീറ്റർ ഉണ്ട്. അത് ഇന്നാളൊരു ഓർഡർ കൊണ്ട് കൊടുത്തപ്പോൾ ഷാഡോഫെക്സിൽ തന്നെ നമ്മളെ കരിക്കകം ആ റൂട്ടിൽ കേട്ടോ. കസ്റ്റമർ ആദ്യം ഫുഡ് കൊണ്ടു ചെന്നപ്പോൾ ഇത് നല്ല കാര്യമായിട്ടൊക്കെ നിന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമറിന്റെ സ്വഭാവം മാറി. സംഭവത്തിനെന്ന് മനസ്സിലായോ, അവര് 2 ബിരിയാണി എങ്ങാണ്ട് ഓർഡർ ചെയ്തു. ഈ പാഴ്സലിൽ 1 ബിരിയാണിയേ ഉള്ളൂ. നമുക്ക് നോക്കാൻ പറ്റുമോ ആ ബില്ലിലും, ഈ ഫുഡ് എടുത്ത ബില്ലിലും പാഴ്സലിലെ ബില്ലിലും അടിച്ചിരിക്കണത് 2 ബിരിയാണി എന്നാണ്. അവിടെ ചെന്നപ്പോൾ ഉള്ളിൽ സാധനം ഒന്നേ ഉള്ളൂ. അവരുടെ സ്വഭാവം മാറി. അവർ എൻ്റെ കൂടെ ചൂടാവണം, നിങ്ങളത് നോക്കിയെടുക്കണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒരു പാഴ്സല് സീല് ചെയ്ത് ഫുഡ് അതിൻ്റെ അകത്ത് വെച്ച് സീല് ചെയ്ത് അതിൻ്റെ ബില്ലും അടിച്ച് നമുക്ക് അതിൽ തന്നെ നമുക്ക് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. 2 എണ്ണം ഉണ്ടാ ഉറപ്പ് ഇനി എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും. അത് റെസ്റ്റോറൻറ്റുകാർ ശ്രദ്ധിക്കാനുള്ളേ. നമുക്ക് ഓപ്പൺ ആണ്, നമുക്കിപ്പോൾ രണ്ട് ബിരിയാണി ആയിട്ട് ഓപ്പൺ ആയിട്ട് തന്നെങ്കിൽ ഓക്കെ, നമുക്കറിയാം. ഇത് ഒരു കവറിനകത്ത് പാക്ക് ചെയ്ത് തന്നാൽ പിന്നെ എങ്ങനെ മനസ്സിലാവും? അതാണ് വിഷയം. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്നോട് ചോദിച്ചു, കസ്റ്റമർ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കസ്റ്റമർക്ക് വിളിച്ച് ഇതുപോലെ പറഞ്ഞാൽ മതി, പാഴ്സൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പം മോശക്കാരനാവും. ആ രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ട്. ഡെലിവറി ചെയ്യണ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം ഇത് ശ്രദ്ധിച്ചോളാം. നമ്മൾ മോശക്കാരനാവും. നമ്മൾ ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വയ്ക്കാല്ലേ, ഇവിടെ കയറ്റി വയ്ക്കാം. 1951 3 പീസ് ഇടിയപ്പം വിത്ത് എഗ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കൊടുക്കാലെന്ന് പറയുന്നത് വഴുതക്കാടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അപ്പം നമ്മളെ സബ്സ്ക്രൈബർ ഇതുപോലെ പറഞ്ഞിരുന്നു 4K ഷൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 4K ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, 4K ഷൂട്ട് ചെയ്യണേന് കുഴപ്പമില്ല. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്ത് 4K സപ്പോർട്ട് ചെയ്യണ ആപ്ലിക്കേഷൻ അല്ല ഞാൻ എഡിറ്റ് ചെയ്യണത്. ഇൻഷോട്ട് എന്ന് പറയുന്നത് 4K സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം അത് ഫയലെല്ലാം കൂടെ ഒന്ന് കംപ്രസ് ചെയ്ത് 180p-ലാക്കും. 4K ഫയലാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്ത് 1080p-ലാക്കിയതിന് ശേഷമാണ് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സമയം എടുക്കും. ഏകദേശം ഒരു 10-20 ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ രാവിലെ അതുപോലെ കംപ്രസ് ചെയ്യാൻ വൈകുന്നേരം ഒരു 2-3 മണിയൊക്കെ ആവും ചിലപ്പോൾ. രാവിലെ ഒരു 9 മണിക്കൊക്കെ ഇട്ടാൽ അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടൂല, സമയത്ത് അപ്ലോഡിങ് നടക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ 1080p-ൽ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 4K തന്നെ എടുക്കും. 4K-ൽ ഏതായാലും അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1080p-ൽ എടുക്കുന്നത്. എനിക്കും താല്പര്യമാണ് 4K-ൽ എടുക്കാൻ. പക്ഷെ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ്ടേ. അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്. അപ്പോൾ 2 വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യണത് ഞാൻ മറന്നുപോയി. അപ്ലോഡ് ചെയ്തിട്ട് പോവാം, അപ്ലോഡ് ഇട്ടിട്ട് പോവാം. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്.
വഴുതക്കാട് പൂച്ചപ്പുര റൂട്ടിൽ ആരും വരല്ലേ വരല്ലേ. ചുമ്മാ പറഞ്ഞ കേട്ടാ, റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചു മൊത്തം. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാൻ വെറുതെ പറഞ്ഞേ, ബൈക്കിനൊക്കെ പോവാം പോട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 33 രൂപയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഐശ്വര്യാണ് കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ. അടിപൊളി പൊളി കേട്ടാ. ക്യാഷ് ഓൺ ഡെലിവറി. ശാസ്തമംഗലോ പള്ളി ഗൈസ്. അപ്പൊ ശാസ്തമംഗലത്തെ ഐശ്വര്യാണ് കേട്ടാ. ഞാൻ വിചാരിച്ചു ഇവിടെ മണ്ടത്തരം കാണിച്ചത്. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാനറിയാതെ. ഐറ്റം എന്ന് പറയണത് അപ്പം വിത്ത് കറി സാമ്പാർ ഇഡലിയാണ് കേട്ടോ. കൊടുക്കാനുള്ള BSNL എക്സ്ചേഞ്ച് ആണ്. സ്വാതിനഗർ കരിമംകുളം. അപ്പൊ ഇവിടെ നമുക്ക് 3.8 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ശാസ്തമംഗലം എത്തി കേട്ടാ. ഇവിടുന്ന് നേരെയാണ് മാപ്പ് കാണിക്കുന്നത്. കേരളം വട്ടിയൂർക്കാവ് ആ റൂട്ടിലോട്ടായിരിക്കും. വീട്ടിലെ തറയെല്ലാം ഒന്ന് റെഡിയാക്കി കേട്ടോ. വലിയ ഫിനിഷൊന്നും ആയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കണക്കിന് തറയിടാൻ കണക്കിനുള്ള പാറപ്പൊടി അല്ലായിരുന്നു, പരിക്കനായിരുന്നു. നമ്മുടെ വാർപ്പിനൊക്കെ എടുക്കൂലേ, വീട്ടിന്റെ വാർക്കാൻ വേണ്ടിയൊക്കെ എടുക്കൂലേ, അതാണ് സംഭവം. അതിന്റെ പാറപ്പൊടിയായിരുന്നു. അപ്പൊ പരിക്കാൻ പാറപ്പൊടിയാണ്. അപ്പൊ അത് തേക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് സിമെന്റൊക്കെ കൂട്ടി നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത് റെഡ് ഓക്സൈഡ് ഇട്ട് റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പൈസയൊക്കെ ആയിട്ടേ പൈസയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കാം. അപ്പം ഞാൻ മെയിനായിട്ട് അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ചെറിയൊരു താല്പര്യമുണ്ട്, നമുക്ക് ചെയ്താലോ എന്നുള്ളൊരു താല്പര്യമുണ്ട്. രണ്ടാമത്തത് പണിക്കാര കുറവ്. നമ്മളെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ പറ്റുള്ളൂ. ചുമ്മാ നിൽക്കണമെങ്കിൽ അവർ പറയും 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് വരില്ല. നാളെ വരാമെന്ന് പറയും. നാളെ പറയും ഇന്ന് പറ്റൂല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അറിയാന്നുള്ള പോലെ ചെയ്യാന്ന് വിചാരിച്ചു. യെസ്, ശരി, ഓക്കെ. അപ്പം 37 വേണം കേട്ടോ നമുക്ക്. അടുത്ത ഓർഡറും ഐശ്വര്യ തന്നെ. അപ്പോൾ സമയമുണ്ട്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം ഗൈസ്. അപ്പം ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് തക്കാളി ചമ്മന്തിയും ദോശയാണ് കേട്ടോ. സമയം ശകലം താമസിച്ചു പോയി. ഏകദേശം 9:30 കഴിഞ്ഞു. നമ്മൾ ഇത് കഴിച്ചിട്ടാണോ അടുത്ത് ഫുഡ് എടുക്കാൻ പോവാ. അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തക്കാളി ചട്നിയാണ്. ഞാൻ ചോറിൻ്റെ കൂടെ തിന്നും. അപ്പോൾ കഴിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. നമ്മുടെ ഫേസ്ബുക്കിലെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ രണ്ടും അപ്ലോഡായി കഴിഞ്ഞു കേട്ടോ. 89-24 അപ്പോൾ ഐറ്റം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയണത് ഇഡലി സെറ്റാണ് കേട്ടോ. ഇഡലിയും പിന്നെ കറിയും ടാങ്ക് ബാഗ് വാങ്ങിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാലേ നമ്മളെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ടാങ്ക് ബാഗ് വാങ്ങിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയണത് ഹീര ട്വിൻസ് ഫ്ലാറ്റാണ്, പട്ടം. ഇവിടുന്ന് നമുക്ക് 4 കിലോമീറ്റർ ഉണ്ട്. കനിത്താരം കനിമഞ്ഞായി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് റീഡ് റൂട്ട് ചെയ്ത് കേട്ടോ. ഇവിടെ വണ്ടി വയ്ക്കാം. ഇതാണ് ഹീര ട്വിൻസ്. 8B ആണ് കേട്ടോ. വിളിച്ച് പറയണം.
$39 രൂപയാണ് കിട്ടിയത്. ഗൈസ് അപ്പം ടോട്ടൽ ഏണിങ്സ് ഞാൻ ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. പിന്നെ ഓറ് ഒരു 10-10:30 ശേഷം പിന്നെ ഓറ് അടിച്ചിട്ടില്ല. താമസം വരുന്നത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയെന്ന് തോന്നണം അടുത്ത അടിക്കും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ശരി.